നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസന്റെ ഒരു സെഞ്ചുറി കൂടി കടന്നു പോയിരിക്കുന്നു. ഈ IPL സീസണിൽ അദ്ദേഹം 2 സെഞ്ചുറി അടിച്ചിരിക്കുന്നു. ഈ 2 സെഞ്ചുറിക്കും പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. 2 സെഞ്ചുറിയിലും അദ്ദേഹത്തിൻ്റെ പക്വത, ഒരു ഇന്നിങ്സ് എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത്, 2020 ക്രിക്കറ്റിലാണെങ്കിലും അടിച്ചു പറത്തുന്ന 2020 ക്രിക്കറ്റിലാണെങ്കിലും എങ്ങനെയാണ് ഒരു ഇന്നിങ്സ് കളിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമമായ മാതൃകകളായിരുന്നു 2 സെഞ്ചുറികൾ. ഇപ്പോൾ ഇന്നലത്തെ സെഞ്ചുറി എടുത്തു നോക്കൂ. ടീമിൽ മറ്റൊരാൾ പോലും 25 റണ്ണിലധികം പോയിട്ടില്ല. സഞ്ജു മാത്രമാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങി അവസാനം 20 ഓവർ കഴിയുന്ന അവസാന പന്തിൽ ബൗണ്ടറി അടിച്ച് സെഞ്ചുറി അടിച്ച് പുറത്താകാതെ നിന്നത് വരെ സഞ്ജു മാത്രമാണ് ഒരു ഗംഭീര ഇന്നിങ്സ് കളിച്ചത്. മറ്റൊരാൾ പോലും മര്യാദയ്ക്ക് കളിക്കുക പോലും ചെയ്യാത്ത ഒരു പിച്ചിൽ, വളരെ പന്ത് ഹോൾഡ് ചെയ്യുന്ന സ്ലോ ആകുന്ന ഒരു പിച്ചിൽ, മറ്റു ബാറ്റർമാർക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള കമ്പോഷർ കാണിച്ച ഒരു കളി. സഞ്ജു സാംസന്റെ ക്ലാസ് എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ അദ്ദേഹം അടിച്ച സെഞ്ചുറി. അതൊരു കേവലം 2020 ക്രിക്കറ്റിൻ്റെ ഇന്നിങ്സ് ആയിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഏത് ഫോർമാറ്റിലും, ക്രിക്കറ്റിലെ ഏത് ഫോർമാറ്റിലും വെക്കാവുന്ന ഉജ്ജ്വലമായ സെഞ്ചുറി ആയിരുന്നു. അതിമനോഹരമായിട്ടാണ് അദ്ദേഹം അത് കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന് ചുറ്റും മറ്റ് കളിക്കാരെ കളിപ്പിച്ച് അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്ത് ഒരു ഇന്നിങ്സ്, മൊത്തം ടീമിൻ്റെ ഇന്നിങ്സ് പടുത്തുയർത്തി 207 റണ്ണിലേക്ക് എത്തിച്ചു ആ ടീമിൻ്റെ ഇന്നിങ്സ്. അതൊരു വലിയ സ്കോറായിരുന്നു ആ പിച്ചിൽ. ഇനിയിപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റർമാരെ എടുത്തു നോക്കൂ. ആരെങ്കിലും മെച്ചപ്പെട്ട് കളിച്ചോ? സൂര്യകുമാർ യാദവും തിലക് വർമ്മയാണ് ആ ടീമിൽ 30-ന് മീതെ റണ്ണടിച്ചത്. ഇവരുടെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കൂ. എന്താ ഇവരുടെ സ്ട്രൈക്ക് റേറ്റ്? ഒരാളുടെ 116, ഒരാളുടെ 127. 208 റണ്ണ് ചേസ് ചെയ്യുന്ന ഒരു കളിയിൽ 2 ബാറ്റർമാരുടെ സ്ട്രൈക്ക് റേറ്റാണിത്. അതുകൊണ്ട് കാര്യം നടക്കുമോ? ഇല്ല. അതേസമയം സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 187 ആയിരുന്നു. അതിൽ ഒരു ഫോൾസ് സ്ട്രോക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഫോൾസ് സ്ട്രോക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം കൃത്യമായ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് ആയിരുന്നു. ആ ഷോട്ടുകൾ വെച്ച് ആ കളിക്കാരൻ്റെ പാകത, ഒരു ടീം വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോൾ എങ്ങനെ കളിക്കണം എന്നതിൻ്റെ ഉത്തമമായ മാതൃകയാണ് ഇന്നലെ സഞ്ജുവിൻ്റെ കളിയിലുണ്ടായത്. സഞ്ജു ഈ സീസണിൽ അടിച്ച ആദ്യത്തെ സെഞ്ചുറിയും അങ്ങനെ തന്നെയായിരുന്നു. ടീം വലിയ ക്രൈസിസ് നേരിടുമ്പോൾ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് സെഞ്ചുറി അടിച്ച ആ കളി വിന്നിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ആ കളി CSK ജയിച്ച കളിയായിരുന്നു. മാച്ച് വിന്നിങ് ഇന്നിങ്സ് ആയിരുന്നു. ഇന്നലത്തെ അതെ മാച്ച് വിന്നിങ് ഇന്നിങ്സ് ആയിരുന്നു. പ്രധാനപ്പെട്ട ഇന്നിങ്സ് ആയിരുന്നു. 2 ടീമുകളിലെയും വ്യത്യാസം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ എന്ന ഒരൊറ്റ പ്ലെയർ ആയിരുന്നു. അയാളുടെ ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ എന്ത് ഗംഭീരമായിട്ടാണ് അയാൾ കളിക്കുന്നത്. അത് 2020 ക്രിക്കറ്റിലെ പോലെ അടിച്ച് തകർത്ത അങ്ങനത്തെ ഒരു ഇന്നിങ്സും അല്ല. അത് വളരെ പക്വതയോടെയുള്ള ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ സഞ്ജു എന്തുകൊണ്ടാണ് ഈ 2020 ക്രിക്കറ്റിലായ പോലും വേറിട്ട് നിൽക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഏതൊക്കെ ഷോട്ട് കളിക്കണമെന്ന് തീരുമാനിച്ചിട്ടല്ല ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. അവിടെ ചെന്ന് സിറ്റുവേഷൻ അനുസരിച്ച് ശരിയായ ഷോട്ട് സെലക്ഷനിലൂടെ, ശരിയായ മാനസിക അവസ്ഥയിലൂടെ ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. അത് ടീമിന് എന്താണ് ഗുണം ചെയ്യുക അതാണ് ചെയ്യുന്നത്. കൃത്യമാണത്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഇപ്പോൾ കമൻറ്റേറ്റർമാരായ സുനിൽ ഗവാസ്കറും രവിശാസ്ത്രിയും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ആ ഇന്നിങ്സിൻ്റെ പക്വതയെക്കുറിച്ച്. ആ ഇന്നിങ്സിൽ സഞ്ജു സാംസൺ കാണിച്ചിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി, മുന്നിൽ നിന്ന് നയിച്ച് ബാറ്റ് ചെയ്ത് പാകതയോടെ ബാറ്റ് ചെയ്ത് അവസാനം വരെ, ആദ്യ പന്ത് മുതൽ 120ാമത്തെ പന്ത് വരെ, അതായത് 20 ഓവർ എന്ന് പറയുന്നത് 120 പന്താണ്. 120ാമത്തെ പന്ത് വരെ അയാൾ ക്രീസിൽ നിന്ന് എന്ന് മാത്രമല്ല 187 സ്ട്രൈക്ക് റേറ്റിൽ 101 റണ്ണടിച്ചു. പുറത്തായില്ല. അതുവരെയും ഒരു ബൗളർക്കും അദ്ദേഹത്തെ പുറത്താക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടാണ്, അത്രയും നല്ല ഇന്നിങ്സ് ആയിരുന്നു അത് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മികച്ച ഇന്നിങ്സുകളിൽ 2 എണ്ണമാണ് ഈ 2 സെഞ്ചുറിയും. ഈ
സീസണിൽ അടിച്ച 2 സെഞ്ചുറിയും മികച്ച ഇന്നിങ്സുകളായിരുന്നു. അത് ക്രിക്കറ്റിലെ T20 ക്രിക്കറ്റിലെ അല്ല, T20 ക്രിക്കറ്റിലെ മാത്രമല്ല, മൊത്തം ക്രിക്കറ്റ് ഫോർമാറ്റുകളിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളായിരുന്നു. ആ ഇന്നിങ്സുകൾ അദ്ദേഹം എന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന കുറേ കാര്യങ്ങൾ, ക്ഷമ, പക്വത, ശാന്തത എല്ലാം, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഷോട്ട് സെലക്ഷൻ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗെയിമിലേക്ക് വരുന്നു എന്നത് കൃത്യമായി കാണിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു. അതിഗംഭീര ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ തുടർന്നും കളിക്കാൻ സാധിക്കട്ടെ.